പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ജൂൺ മാസം 18-ാം തീയതി ഹല്ലേലൂയ സ്തോത്രം ബുധനാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യാം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞേ, കർത്താവെ സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന ദൈവകൃപയ്ക്കായിട്ട് ആമേൻ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. കഴിഞ്ഞ പകൽക്കാലം നമ്മളെ അത്ഭുതകരമായി നടത്തിയ ദൈവത്തിന് നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം. എല്ലാവരും കരങ്ങൾ ഉയർത്തി പറ, കർത്താവെ കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം 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 സ്തോത്രം. അപ്പ രാത്രി നല്ല ഉറക്കം തന്നതിന് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ ഉണർത്തിയതിന് സ്തോത്രം 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 സ്തോത്രം. അപ്പ ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം 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 സ്തോത്രം. കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. അങ്ങ് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളുടെ ദൈവമാകിയാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്തു. അങ്ങ് ഞങ്ങളുടെ പിതാവാകിയാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്തു. അങ്ങ് ഞങ്ങളുടെ എല്ലാമാകിയാൽ സ്തോത്രം. പിതാവെ, അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം. അങ്ങേക്ക് ഞങ്ങളോടുള്ള സ്നേഹമോർക്കുമ്പോൾ നന്ദി, കരുണയോർക്കുമ്പോൾ നന്ദി, കൃപയോർക്കുമ്പോൾ നന്ദി. അങ്ങയുടെ വൻ കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. 116-ാം സങ്കീർത്തനം 7-8 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നത്: എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കും, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ഞാൻ ജീവനുള്ള ദേശത്ത് യഹോവയുടെ മുമ്പാകെ നടക്കും. 12-ാമത്തെ വാക്യം പറയുന്നു: യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ കർത്താവിന് എന്തു പകരം കൊടുക്കും. ആമേൻ. സ്തോത്രം സ്തോത്രം. 17-ാമത്തെ വാക്യം: ഞാൻ കർത്താവിന് സ്തോത്രയാഗം കഴിച്ച് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. 19-ാമത്തെ വാക്യം: ഞാൻ യഹോവയ്ക്ക് എൻ്റെ നേർച്ചകളെ കർത്താവിൻ്റെ സകല ജനവും കാങ്ങ് കഴിക്കും. ആമേൻ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നന്മകൾ ചെയ്യുമ്പോൾ നമ്മൾ മൗനമായിരിക്കരുത്. കർത്താവ് ചെയ്ത നന്മകളെ വിളിച്ചു പറയാൻ പഠിക്കണം. ആ കർത്താവ് ചെയ്ത നന്മകൾക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യാൻ പഠിക്കണം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുന്നു. ആമേൻ. അങ്ങയിലേക്ക് നോക്കി ആരും ലജ്ജിച്ചു പോയിട്ടില്ല. ഞങ്ങൾ സഭയായി, കുടുംബങ്ങളായി അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുക. ആമേൻ. വിവിധ ദേശങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരുടെ മേലും അങ്ങയുടെ പ്രത്യേക കൃപ വ്യാപരിക്കട്ടെ, ആരോഗ്യം വ്യാപരിക്കട്ടെ, സൗഖ്യം വ്യാപരിക്കട്ടെ, സമാധാനം വ്യാപരിക്കട്ടെ, സ്വസ്ഥത വ്യാപരിക്കട്ടെ, ദൈവകൃപ വ്യാപരിക്കട്ടെ. കർത്താവിൻ്റെ വലിയ സമാധാനം നിൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. രോഗികൾ ഇപ്പോൾ തന്നെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ തന്നെ തൻ്റെ കുഞ്ഞുങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. കർത്താവെ, മനസ്സിന് അസ്വസ്ഥതപ്പെടുത്തുന്ന എല്ലാം യേശുവിൻ്റെ നാമത്തിൽ മാറി അവർ സ്വസ്ഥരായി തീരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഹല്ലേലൂയ, ദിവസങ്ങളായി വയറിനകത്ത് അസ്വസ്ഥതകളാൽ ഭാരപ്പെട്ടിരിക്കുന്നവർ യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ ഇരിക്കാൻ കഴിയുന്നില്ല, ബാക്ക് പെയിൻ മുഖാന്തരം ഇരിക്കാൻ പ്രയാസപ്പെടുന്നവർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. അതുപോലെ കർത്താവെ, സ്തോത്രം സ്തോത്രം സ്തോത്രം. മനസ്സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, സ്വസ്ഥതയില്ലാതെ ഭാരപ്പെടുന്നവർ, ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സമാധാനവും സ്വസ്ഥതയും ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഭവിക്കട്ടെ. ദൈവിക സ്വസ്ഥത അനുഭവിക്കട്ടെ. ദൈവിക സമാധാനം തൻ്റെ മക്കളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ കർത്താവെ, ഞങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകത്തെമ്പാടും വലിയ ദൈവപ്രവൃത്തിക്കായിട്ട് അവരെ ഒരുക്കണം. ഒരു ഉണർവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോക സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവിക സമാധാനം ഈ ഭൂമിയിൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കർത്താവിന് നന്ദി. സകല മഹത്വവും പുകഴ്ചയപ്പയ്ക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ നമ്മളോടൊപ്പം ഈ ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇന്ന് രാത്രിയിൽ ഇന്ത്യൻ സമയം 9:30 നമ്മുടെ സ്പെഷ്യൽ ഓൺലൈൻ സർവീസുണ്ട്. ആമേൻ ആമേൻ. കഴിഞ്ഞ ദിവസത്തിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന കർത്താവിന് ദാസൻ ഈ ദിവസവും രാത്രിയിൽ നമ്മളോടൊപ്പം കർത്താവ് അനുവദിച്ചാൽ ഉണ്ടാകും. പ്രാർത്ഥനയോടുകൂടെ നിങ്ങളതിൽ പങ്കെടുത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ അനുഗ്രഹത്തിന് കാരണമാകും. നിങ്ങൾ ഈ ലിങ്കുകൾ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയൊക്കെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യണം. അവരോട് പറയണം, ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുക. നമ്മൾ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. അപ്പോൾ കർത്താവ് ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യും. അതുകൊണ്ട് മറ്റുള്ളവർ ആമേൻ ജോയിൻ ചെയ്യുവാൻ തക്കവണ്ണം നമ്മൾ അവരെ ഇൻവൈറ്റ് ചെയ്യുന്നവരായിരിക്കണം കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിറഞ്ഞു കവിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 25-ഉം 26-ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോൻ്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ
ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്നെണ്ണുകയും ചെയ്തു. രണ്ട് കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഒന്ന്, മോശയെക്കുറിച്ച് പറയുന്ന കാര്യമാണ്. മോശ ഫറവോൻ്റെ കൊട്ടാരത്തിൽ വളർന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. മോശയുടെ മാതാപിതാക്കൾ മോശയെ ഞാങ്ങണപ്പെട്ടകത്തിൽ ഒഴുക്കി വിടുകയും അവൻ ഫറവോൻ്റെ പുത്രിയെ അവനെ എടുത്തുകൊണ്ട് പോവുകയും അങ്ങനെ മോശ കൊട്ടാരത്തിലാണ് വളർന്നത്. പക്ഷേ മോശയെക്കുറിച്ച് പറയാം, പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോൻ്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് നിരസിച്ചു. അപ്പം മോശയ്ക്ക് വേണേൽ ആ കൊട്ടാരത്തിൽ സുഖമായിട്ട് സ്വസ്ഥമായിട്ട് അവൻ ആഡംബരമായിട്ട് കൊട്ടാര സൗകര്യങ്ങളും കൊട്ടാര സുഖങ്ങളും ഒക്കെ അനുഭവിച്ച് ഫറവോൻ്റെ കൊട്ടാരത്തിൽ വാഴാമായിരുന്നു, സുഖമായിട്ട് മുന്നേറാമായിരുന്നു. പക്ഷേ നമ്മുടെ ജീവിതം നമുക്ക് താൽക്കാലികമായ ആനന്ദങ്ങളും ശാശ്വതമായ ലക്ഷ്യങ്ങളും ഒക്കെ വാഗ്ദാനം ചെയ്യും. പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ നമ്മുടെ മുമ്പിൽ ലോകം കൊണ്ടുവെക്കും. പക്ഷെ നമ്മൾ എന്ത് തിരഞ്ഞെടുക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മൾ എന്ത് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. മോശയുടെ മുമ്പിൽ ഫറവോൻ്റെ കൊട്ടാരത്തിൽ ഫറവോൻ്റെ പുത്രിയുടെ മകൻ എന്ന്, അതായത് ഫറവോൻ്റെ കൊച്ചുമകൻ എന്ന നിലയിൽ അവിടെ ജീവിക്കാം. അങ്ങനെ ജീവിക്കുമ്പോൾ ഫറവോൻ്റെ ചെറുമകൻ എന്ന നിലയിലുള്ള പേരുണ്ടാകും, പ്രശസ്തി ഉണ്ടാകും, പദവി ഉണ്ടാകും, സമ്പത്തുണ്ടാകും, അധികാരമുണ്ടാകും, പ്രശസ്തി ഉണ്ടാകും, ഇതെല്ലാം ധനമുണ്ടാകും. ഇതെല്ലാം മോശയ്ക്ക് അവിടെ ഫറവോൻ്റെ കൊച്ചുമകൻ, അല്ലെങ്കിൽ എന്നാ പറയുന്നത്, ഫറവോൻ്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെട്ടാൽ ഇതെല്ലാം മോശയ്ക്ക് ലഭിക്കുമായിരുന്നു. എന്നാൽ മോശ എന്ത് ചെയ്തു? മോശ അതിനല്ല പ്രാധാന്യം കൊടുത്തത്. ഹല്ലേലൂയ. മോശയ്ക്കറിയാം ഇത് താൽക്കാലികമാണ്. ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കുന്ന പലതും താൽക്കാലികമാണ്. എന്നാൽ നമ്മൾ എപ്പോഴും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ദൈവത്തിന് ഹിതമായതും നിത്യമായതും ഇറ്റേണിറ്റിയെ കണ്ടുകൊണ്ടുള്ള തീരുമാനങ്ങളാണ് നമ്മൾ എപ്പോഴും എടുക്കേണ്ടത്. മോശ തിരഞ്ഞെടുത്തത് അതാണ് അടുത്ത വാക്യം പറയുന്നത്. മോശ ഈ മകൻ എന്ന് വിളിക്കപ്പെടുന്ന നിരസിച്ചു. മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്നെണ്ണി. അപ്പോൾ മോശ നോക്കിയപ്പം ഇവരുടെ കൊട്ടാരത്തിൽ വളർന്ന് ഇവരുടെ മകനെന്നും ചെറുമകനെന്നും എന്ന പദവിയിൽ നിന്ന് വളരുന്നതിനേക്കാളും ഇവരുടെ സമ്പത്തും ഇവരുടെ സുഖസൗകര്യങ്ങളൊക്കെ അനുഭവിക്കുന്നതിനേക്കാളും ആ ഒരു ലോകസുഖത്തെക്കാളും യേശുവിനോടുകൂടെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിക്ക് ജീവിക്കാൻ തീരുമാനിക്കുന്നതാണ് നല്ലതെന്ന് മോശ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളൊക്കെ പലപ്പോഴും പല കാര്യങ്ങൾക്കും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാറുണ്ട്. പലതും ഈ ലോകത്തിൻ്റെത് കാണുമ്പോൾ നമ്മൾ താൽക്കാലികമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഇറ്റേണൽ വാല്യൂസിനെ മറന്നിട്ട്, ഹല്ലേലൂയ, സ്തോത്രം, അതിനോട് നമ്മൾ കോംപ്രമൈസ് ചെയ്യാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഇന്ന് നമ്മുടെ കർത്താവ് നമ്മളെ ഓർപ്പിക്കുക, നമ്മൾ ഇന്ന് ഉറപ്പിച്ച് തീരുമാനിച്ച് നിൽക്കണം. അതായത് നമ്മുടെ മുമ്പിൽ ലോകം പലതും നമുക്ക് ഓഫർ ചെയ്യും. മോശയ്ക്ക് ഓഫർ ചെയ്തിരിക്കുന്നത് പോലെ നമുക്കും ഓഫർ ചെയ്യും. പക്ഷേ ഒരു ദൈവ പൈതലെന്ന് വിളിക്കപ്പെടുന്നതാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനമെന്ന് മനസ്സിലാക്കി, അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ നിന്ന സഹിക്കേണ്ടതായിട്ട് വരും, അല്പം കഷ്ടം സഹിക്കേണ്ടതായിട്ട് വരും. ഹല്ലേലൂയ, സ്തോത്രം. ചിലപ്പം സുഹൃത്തുക്കൾ നമുക്ക് നഷ്ടപ്പെട്ടെന്നിരിക്കും, ചിലപ്പോൾ നമുക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടെന്നിരിക്കും. ഹല്ലേലൂയ, അങ്ങനൊക്കെ വന്നാലും കർത്താവിനോടുകൂടെ ചേർന്ന് നടക്കുന്നതാണ് എനിക്ക് വലുതെന്നൊരു തീരുമാനമെടുക്കാമെങ്കിൽ ജീവിതം ധന്യമായി തീരും. നിത്യമായ ആ സന്തോഷം തിരഞ്ഞെടുക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായ കാര്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും ഒക്കെ പഠിപ്പിക്കണം. ഈ ലോകത്തിൽ ലഭിക്കുന്ന സുഖങ്ങൾ, പാപം കൊണ്ട് ലഭിക്കുന്ന സുഖം താൽക്കാലികമാണ്, അല്ലെങ്കിൽ മറ്റെല്ലാ സുഖങ്ങളും താൽക്കാലികമാണ്. എന്നാൽ ദൈവത്തോടുകൂടെയുള്ള ജീവിതമാണ് നിത്യമായ സന്തോഷം തരുന്നത്. അതുകൊണ്ട് മോശ തിരഞ്ഞെടുത്തത് താൽക്കാലികമായ ഈ സന്തോഷത്തെക്കാളും നിത്യമായ സന്തോഷത്തെ തിരഞ്ഞെടുത്തതുപോലെ. അതിന് അവൻ ചെറിയ പെയിൻഫുള്ളാണ്. ഇത് തിരഞ്ഞെടുക്കുമ്പോൾ ഇച്ചിരി വേദനയുണ്ട്, ഒറ്റപ്പെടും, പ്രയാസങ്ങൾ വരും, നഷ്ടങ്ങൾ വരും, ചിലപ്പോൾ നിന്ദകൾ സഹിക്കേണ്ടതായിട്ട് വരും. അപ്പോഴും എനിക്കറിയാം ഇത് നാളെ എനിക്ക് നന്മയായിത്തീരും എന്നുള്ള ബോധ്യത്തിൽ തിരഞ്ഞെടുത്താൽ നമ്മുടെ ജീവിതം അനുഗ്രഹമായിത്തീരും. അതുകൊണ്ട് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു, ആമേൻ, ആമേൻ, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന എല്ലാ ഓഫറുകളും സ്വീകരിക്കരുത്. എല്ലാം ദൈവം തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൈ നീട്ടി സ്വീകരിക്കരുത്. കർത്താവിൻ്റെ ഹിതപ്രകാരമുള്ളതും ദൈവനാമം മഹിമപ്പെടുന്നതും അല്ലാത്തതിന് ഒന്നിൻ്റെയും പുറകെ പോകാൻ പാടില്ല. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താൽക്കാലികമായി അത് സന്തോഷം തന്നാലും, താൽക്കാലികമായി ഇച്ചിരി ഉയർച്ച തന്നാലും, താൽക്കാലികമായി എന്തെങ്കിലും പ്രയോജനങ്ങൾ ചെയ്താലും പിന്നീട് അത് ദോഷമായി തീരും. മദ്യപാനം താൽക്കാലികമായി സുഖം നൽകും, ചില നേരത്തേക്കിന് മനസ്സിനൊരു എന്നാ പറയുന്നത്, ഒരു മറവി, മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ പറയും. പക്ഷേ വേദോസം പറയുന്നത് പിന്നെ അത് അണലി പോലെ കൊത്തും.
അത് പിന്നെ ദോഷം ചെയ്യും. ഇതുപോലെ സകലതും, ഈ ലോകം തരുന്ന സകലതും അങ്ങനെ. അതുകൊണ്ട് മോശ തിരഞ്ഞെടുത്തതുപോലെ ഏറ്റവും ബലമുള്ളത് മോശ ഒരു പക്ഷേ തൂക്കി നോക്കി കാണും. മോശ ത്രാസ് എടുത്തിട്ട് ഈ ഫറവോൻ്റെ പുത്രിയുടെ മകൻ, ധനം, നിക്ഷേപം എല്ലാം കൂടെ ഒരു വശത്ത് നോക്കി, അപ്പുറത്ത് ദൈവത്തിൻ്റെ ദൈവിക നന്മകളെ നോക്കിയപ്പോൾ മോശയ്ക്ക് മനസ്സിലായി ഇതിനേക്കാളും വലുതാണ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ദൈവത്തിൽ നിന്നുള്ള തിരഞ്ഞെടുക്കുക, ദൈവികമായി തിരഞ്ഞെടുക്കുക, കർത്താവിന് ഹിതപ്രകാരം ജീവിക്കുക. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെ അതിന് ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുത്ത തലമുറയെ അതിനുവേണ്ടി ദൈവം ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ളത് തിരഞ്ഞെടുത്ത് ദൈവികമായ നന്മകൾ അനുഭവിച്ച് ജീവിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരികയും. കരമുയർത്തി പറ, വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.